ിലെ കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആയിരക്കണക്കിന് കർഷകർ രാവിലെ തന്നെ ഇവിടെ അതിർത്തിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ കൊടികളുണ്ട്. സമരസജ്ജരാണവർ എന്നത് നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഹിറ്റാച്ചുകളുണ്ട്, ബുൾഡോസറുകളുണ്ട്, ഒപ്പം തന്നെ ബാരിക്കേഡുകൾ തകർക്കാനുള്ള സർവ സജ്ജീകരണവുമായാണ് കർഷകർ ഈ അതിർത്തിയിലേക്ക് എത്തി നിൽക്കുന്നതെന്ന് കാണാൻ കഴിയും. മാത്രമല്ല നമുക്ക് ഇവരുടെ അടുത്തൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. ये मास्क है जी, हमारे देश की सरकार जो हमारे जो टीयर गैस छोड़ेगी उसके बचने के लिए है, और ऐसा कोई वेपन नहीं है. ഞങ്ങളുടെ നാട്ടിലെ സർക്കാർ ഞങ്ങൾക്ക് നേരെ ടിയർ ഗ്യാസ് ഉപയോഗിക്കുന്നു, അത് തടുക്കാനുള്ളതാണ് എന്ന് आपका नाम क्या है? मेरा नाम अमरजीत सिंह, प्रधान बीके जो आजाद. ओके. आप आज दिल्ली में? हाँ, हमारी जो राजधानी है उसमें जाने का हमारा अधिकार है, और वहाँ जाके बैठ के शांतमय प्रोटेस्ट करने का अधिकार है. आप देखे होंगे कि कैसे इस देश की सरकार ने, प्राइम मिनिस्टर नरेंद्र मोदी और अमित शाह जी ने हमारे सामने दीवार निकाल दी है, और उस दीवार हमें ये एहसास दिला रही है कि हमें इस देश में दो तरह के कानून रहते हैं, जो आपने लोगों के लिए अलग और आपने चुनिंदा लोगों के लिए और है. हम ये एहसास करते हैं. താങ്ക് യു. എന്തായാലും ടിയർ ഗ്യാസിന് ഉൾപ്പെടെ നേരിടാൻ തയ്യാറാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബാരിക്കേഡുകൾ തകർക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് വഴിയല്ലേ, ഇതിലൂടെ നടക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ലേ എന്ന് കർഷകർ ചോദിക്കുന്നുണ്ട്. ഈ ടിയർ ഗ്യാസിന് നേരിടാനുള്ള സംവിധാനം അവിടെ മാത്രമല്ല, കണ്ണടകൾ ഒക്കെ ഇട്ട് ഒരുപാട് പേരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹിറ്റാച്ചി കാണാൻ വേണ്ടിയാണ്. നോക്കൂ, ഇവിടെ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോകാനുള്ള സംവിധാനം എന്ന നിലയിൽ ഈ ഹിറ്റാച്ചി എത്തിയിരിക്കുന്നു. വലിയ മണ്ണുമാന്ത്രി യന്ത്രങ്ങളുണ്ട്. അതിൽ തന്നെ നമ്മൾ കാണുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം, ഇത് ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലമാണ്. ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലത്ത് ടിയർ ഗ്യാസ് ഷെല്ലുകൾ, റബ്ബർ ബുള്ളറ്റുകൾ എല്ലാം തടുക്കാൻ വേണ്ടി പ്രത്യേകമായ കേരള മലയാളം. बिल्कुल सही सलामत. यस, ओके. पुरचरी മലയാളം കുറച്ച് മലയാളം വാക്കുകളൊക്കെ അവർ പറയുന്നുണ്ട്. ഇവിടെ നമുക്കിതിന്റെ ദൃശ്യങ്ങൾ ഒന്ന് വൈഡായി കണ്ടാൽ, അതായത് ഈ ടിയർ ഗ്യാസ് ഷെല്ലുകളെ അതല്ലെങ്കിൽ റബ്ബർ ബുള്ളറ്റുകളെ ഒക്കെ തടുത്ത് ഒരു ഡ്രൈവർക്ക് ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഈ വാഹനം മാറ്റിയിരിക്കുന്നു. അതായത് എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും ഞങ്ങൾ ഈ ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് പോകുമെന്ന് കർഷകർ പറയുന്നുണ്ട് എന്നതാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കൂടുതൽ ദൃശ്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഒക്കെ ട്രാക്ടറുകളുമായി തയ്യാറായി മുന്നോട്ട് പോകാൻ, ഡൽഹിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന കർഷകരെയാണ് സിംഗു അതിർത്തിയിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത് എന്നതാണ്. ട്രാക്ടറുകൾ ഏതാണ്ട് 2000-ഓളം ഉണ്ട്. മാത്രവുമല്ല, അപ്പുറത്ത് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളുണ്ട്, ബുൾഡോസറുകളുണ്ട്. എന്തായാലും മുന്നോട്ട് തന്നെ പോകും ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്ന കർഷകരെയാണ് ശംഭു അതിർത്തിയിൽ കാണാൻ കഴിയുന്നത്. ഈ താങ്ങുവിലയ്ക്ക് നിയമപരമായ അംഗീകാരം വേണം, നിയമം പാസ്സാക്കണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ കരാർ അടിസ്ഥാനത്തിൽ 5 വിളകൾക്ക് മാത്രം 5 വർഷത്തേക്ക് താങ്ങുവില ഉറപ്പിക്കാമെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞിരിക്കുന്നു കർഷകർ. മാത്രവുമല്ല, മറ്റ് 22 പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ട്. ലോണുകൾ എഴുതി തള്ളണമെന്ന ആവശ്യമുണ്ട്. ഇതെല്ലാം സാധ്യമാകുന്നതിന് വേണ്ടി ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകുമെന്ന് കർഷകർ പറയുന്നു. മണിക്കൂറുകൾ മാത്രമാണ് കർഷകർ മുന്നോട്ട് പോകാൻ ഇനി ബാക്കിയുള്ളത്. എന്തായാലും ഇവിടെ സർവ്വസജ്ജരായി കർഷകർ, മറുഭാഗത്ത് സർവ്വസജ്ജരായി പോലീസ്. ശംഭു അതിർത്തിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.